ഇതൊരു കിളിപ്പേപ്പർ ഓറിഗാമി ബേഡാണ്. ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആദ്യമായി ഒരു സ്ക്വയർ പേപ്പർ എടുക്കണം. സ്ക്വയർ പേപ്പർ എടുക്കാനായിട്ട് ഇത് കട്ട് ചെയ്യണം. ഏകദേശം ഇത് ഒന്ന് വെച്ച് ഞാൻ കട്ട് ചെയ്യാണ്. നമുക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ ബാക്കി അല്പം കട്ട് ചെയ്ത് കൂടെ കളയാം. സ്ക്വയറാകുമ്പോൾ കറക്റ്റ് അല്പം ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ആ സൈഡൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞെടുക്കുകയാണ്. അടുത്തതായിട്ട് ഒരു നീല പേപ്പറും കൂടെ വേണം. ഇനി ഒരു ഗ്രീൻ കളർ പേപ്പറും കൂടെ വേണം. 2 ഗ്രീൻ കളർ, ഒരു ഇളം ഗ്രീൻ കളറ്, ഇത് അല്ലാതെ ഒരു ഗ്രീൻ കളറ്. ഇത് ഇങ്ങനെ 2 പേപ്പറും കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പശ ഇങ്ങനെ കട്ടിക്ക് വരാൻ പാടില്ല, എങ്കിൽ മറുവശത്ത് അതിൻ്റെ പശ പതി. അതുകൊണ്ട് ഞാൻ തേച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. അടുത്തതായിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കുക. ഈ കൂർത്ത ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുന്നു. എന്നിട്ട് ഈ ഭാഗം നമ്മൾ തിരിച്ച് മടക്കുകയാണ്. ഈ ഭാഗം തിരിച്ച് മടക്കുന്നുണ്ട്. ഇനി വീണ്ടും തിരിച്ച് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. വീണ്ടും ഈ ഭാഗവും ഇതേപോലെ മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ഈ ഭാഗം ഇങ്ങനെ മടക്കുക. ഇവിടെ ബാലൻസ് ഇങ്ങനെ വരുന്ന കണക്കാക്കി ഇവിടെ ഈ സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡും ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ പുറത്തോട്ട് വരുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കുക. 2 സൈഡും ഓക്കെ ആയില്ലേ? ഇനി നമ്മൾ ഇങ്ങനെയാണ് മടക്കുന്നത്. അകത്തോട്ട് മടക്കും. അകത്തോട്ട് മടക്കുമ്പോൾ നമുക്കിതിനെ അകത്തോട്ട് മടക്കി. ഇനി ഈ ഭാഗം ഒന്ന് അകത്തോട്ട് മടക്കുക. ഡയഗണലായിട്ട് ഒന്ന് മടക്കുക. ഡയഗണലായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ബീക്ക് ഭാഗമായിട്ട് ഇങ്ങനെ അല്പം ഒന്ന് ആ ബീക്കൊന്ന് ഉയർത്തി കൊടുത്താൽ മതി. ഇതിൻ്റെ ബീക്ക് വന്നിട്ടുണ്ട്. അടുത്ത് നമുക്കിനി ഇതിൻ്റെ കാലിനെ ഒന്ന് നേരെ മടക്കി കൊടുക്കാം. ഫ്രണ്ടിലോട്ടൊന്ന് മടക്കി കൊടുത്താൽ മതി. ബേഡ് റെഡി. ഇനി ഇതിന് നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കണം. ഈ സൈഡിലും കണ്ണ് വരച്ച് കൊടുക്കണം.
ഇതിങ്ങനെ നമുക്കിവിടെ തറയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ വേറെ ഒരു കിളി കൂടെ ഞാൻ ഉണ്ടാക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതേപോലെ മടക്കുക, ഇതേപോലെ മടക്കുക. അടുത്തതായിട്ട് ഇങ്ങനെ തിരിച്ച് മടക്കുക. എന്നിട്ട് ഈസി ആയിട്ടുള്ള ഒരു ബേഡാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതേപോലെ മടക്കുക. നമ്മളത് പൊന്മാന നിറം പോലെ ഇരിക്കും, കണ്ട. മടക്കിയിട്ട് ഇനി അകത്തോട്ട് ഇങ്ങനെ വീണ്ടും മടക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ മടങ്ങി നടുക്ക് ഉള്ള ഭാഗം വന്നിട്ട് ഇത് പുറത്തോട്ട് ഇതിങ്ങനെ നൂന്ന് വരണം. പുറത്തോട്ട് നൂന്ന് വരത്തക്ക രീതിയിൽ ഇതിങ്ങനെ എടുക്കുക. വീണ്ടും ഈ സൈഡും ഓപ്പൺ ചെയ്യണം. നമ്മളിവിടെ മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പം അത് നൂന്നിങ്ങ് പോരും. ഇങ്ങനെ പുറത്തോട്ട് വരണം. എന്നിട്ട് നേരെ മടക്കുക. ഇനി ഇതിൻ്റെ തലയുടെ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് നടുക്കോട്ട് എടുക്കുക. എന്നിട്ട് അല്പം ഒന്ന് ഉയർത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ബീക്ക് നമുക്ക് കിട്ടും. ബീക്ക് വന്നിട്ടുണ്ട്. അതിന് കാലിൻ്റെ ഭാഗം നമ്മളിവിടെ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കായിരുന്നു. അത് കാലിൻ്റെ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. ഇനി കണ്ണ് വരച്ചു കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ്.